മറ്റുള്ളവൻ്റെ കാര്യത്തിലൊക്കെ വലിഞ്ഞു കയറി, അതായത് വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ വലിഞ്ഞു കയറി അഭിപ്രായം പറയുകയും കൂടുതലായിട്ട് കൺസേൺ കാണിക്കുകയും ചെയ്യുന്ന ഒരു മലയാളി ആളായിട്ടുള്ള ആൾക്കാരുടെ ചില സ്വഭാവ വൈകൃതത്തെക്കുറിച്ചാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ നമ്മുടെ ദിലീപേട്ടൻ്റെയും മഞ്ജു ചേച്ചിയുടെയൊക്കെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അവർ ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്കൊക്കെയും പല പല ആൾക്കാരുടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വിധേയരായിട്ടുള്ള ആൾക്കാരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും. അപ്പം മലയാളികൾ ഏറ്റവും അധികം ആരാധിക്കുകയും ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്ത രണ്ട് സിനിമാ താരങ്ങളാണ്. അപ്പം തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ അവർ ഡിവോഴ്സ് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരിക്കലും അതിൽ പോയിട്ട് മറ്റുള്ളവൻ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ പോലും നമ്മൾ മലയാളികൾ അവരുടെ സ്വകാര്യ ജീവിതത്തെ പബ്ലിക് സ്പേസിലിട്ട് വലിച്ചു കീറി എന്താ പറയുക, കണ്ടന്റുകളാക്കി മാറ്റി പല രീതിയിൽ അവരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ മുഴുവൻ കണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ഷമിച്ചു. ഇപ്പം ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചു, ദിലീപേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പം ഒരു കുട്ടിയൊക്കെ ആയിട്ട് സമാധാനവും സന്തോഷകരമായിട്ട് ജീവിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ മഞ്ജു ചേച്ചിയും പ്രൊഫഷണലി വളരെയധികം മുന്നോട്ട് പോയിട്ട് വളരെയധികം ഇപ്പോൾ തമിഴ് സിനിമയിലും ഒക്കെ വളരെയധികം നല്ലൊരു വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ രണ്ടുപേരും ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മലയാളികൾക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ചില പോസ്റ്റുകളും ചില കമൻറ്റുകളും ഒക്കെയാണ്. അതായത് മീനാക്ഷിയെ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ സംരക്ഷിക്കാത്തത്? മീനാക്ഷി അവളുടെ പെറ്റമ്മയുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? ഇത്തരം വളരെ ബാലിശമായിട്ടുള്ള മറ്റുള്ളവൻ്റെ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറിയിട്ട് വളരെ ബാലിശമായിട്ടുള്ള കമൻറ്റുകൾ പറയുകയും നിങ്ങളൊരു അമ്മയാണോ, നിങ്ങളൊരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കാവ്യ മീനാക്ഷിയെ നോക്കത്തില്ല, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ കൂടെ മകള് ഇപ്പോൾ ഡോക്ടറായിട്ട് അവൾ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു വരുന്നതാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്നവർ മനസ്സിലാക്കി വരുന്ന കാര്യം. അപ്പം തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു റോൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് മീനാക്ഷി തന്നെ ഇപ്പം ആ കുട്ടീനെ ഒരു പ്രായപൂർത്തിയായ കുട്ടിയാണ്. അത് MBBS കംപ്ലീറ്റ് ചെയ്ത് വളരെ വിദ്യാഭ്യാസവും വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് മീനാക്ഷിയെക്കുറിച്ച് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഇത്രയും നല്ല പെർമനൻ്റ് ആയിട്ടുള്ള രണ്ട് പാരൻസിൻ്റെ മകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡേർഡ് ആ കുട്ടിക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ അത്രയും വിദ്യാഭ്യാസവും ഉണ്ട്. അപ്പോൾ സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ആ പുള്ളിക്കാരത്തേക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ഇപ്പം മഞ്ജു വാര്യർ തന്നെ ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു സൈബർ ആക്രമണം, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവർ പ്രതികരിച്ചു പോയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചേച്ചി ഇതിന് പ്രതികരിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം മഞ്ജു വാര്യർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മീനാക്ഷിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, പുള്ളിക്കാരത്തിയുടെ താല്പര്യമാണ്, പുള്ളിക്കാരത്തിയുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കാം എന്നുള്ള വളരെ പക്വമായ ഒരു മറുപടിയാണ് മഞ്ജു ചേച്ചി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പറയുന്ന പാപ്പരാസികൾക്ക് എന്താണ് വേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർ ദിലീപേട്ടനെ വേട്ടയാടി, മഞ്ജു ചേച്ചിയെ വേട്ടയാടി, കാവ്യ മാധവൻ എന്നുള്ള മലയാളത്തിൽ പ്രിയങ്കരിയായ ഒരു നടിയെ വേട്ടയാടി. ഇപ്പം ഇവരെല്ലാം വേട്ടയാടി, ഇവരുടെ എല്ലാം വ്യക്തി ജീവിതത്തിന് വളരെയധികം രീതിയിൽ താറടിച്ച് എത്ര മോശമാക്കാമോ അത്ര വികലമാക്കാമോ അതെല്ലാം ചെയ്തത് പുറമെ ഇനി അതുപോലെ അവരുടെ മകളെ അടുത്ത സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെറിയാനായിട്ട് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് പല പോസ്റ്റുകളും കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തെ ഒരു വിൽപ്പന ചരക്കാക്കരുത്. ദയവ് ചെയ്ത് മനുഷ്യർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ, സന്തോഷമാണല്ലോ വേണ്ടത്. അപ്പം എല്ലാവരും സന്തോഷകരമായിട്ട് ഇരിക്കാനുള്ള വഴികൾ തിരഞ്ഞെടുക്കാൻ അവരവർക്ക് അറിയാം. അവനവൻ്റെ സ്വതന്ത്ര ചിന്തയും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ച് മുന്നോട്ട് പോട്ടെ. കാരണം ഇവരെല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ജീവിതത്തിൽ ഒരു സക്സസ്സും നേടാത്ത ആൾക്കാർ എന്തിനാണ് ഇത്ര സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളെക്കുറിച്ച് അധിക്ഷേപം പറയുന്നത്? അത് തീർച്ചയായിട്ടും നിങ്ങളത് നിർത്തുക. നിങ്ങളൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ പേജ് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.